കൈയിട്ട് നടക്കുന്ന ആളുകളല്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് തമ്മിലടിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. 13 കോഴിക്കോട് ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 4-ാം തീയതി വരെ പ്രതീക്ഷ വിൽക്കുന്നത് നല്ലതാണ്. കേരളം നമ്പർ 1 ആണ്. അതൊന്ന് വിലക്കയറ്റത്തില്, ജനദ്രോഹത്തില്. ഈ കത്രിക സംഭവം എന്ന് പറയുന്നത്, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒത്തിരി സംഭവങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ പത്രമാധ്യമങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. അതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വരുന്ന പറഞ്ഞത് കറക്റ്റാണ്. അത് ലോകത്താദ്യമായി ഈ രീതിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നമ്മൾ കേരളത്തിലാണ്. എന്താ അറിയോ, വലത് കാലിന് ശസ്ത്രക്രിയക്ക് വന്നാൽ ഇടത് കാലം മുറിച്ചു മാറ്റുക. ഇത് ലോകത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. PSC പരീക്ഷ ചോർത്തി കൊടുത്ത ആളുകളാണ് ഇവിടുത്തെ CPM-കാർ. ഇവിടെ സാധാരണക്കാർ പരീക്ഷ എഴുതി പഠിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയാണ് PSC ലിസ്റ്റിൽ വന്നാൽ അവരെ എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. നീതി ആയോഗിന്റെ റാങ്ക് റേറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളം. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഏത് വകുപ്പെടുത്ത പറയണ്ട, അത് പറയാതിരിക്കുക. വിദ്യാഭ്യാസ ആഭാസമാക്കിയുള്ള ഒരു മന്ത്രിയും എന്തെങ്കിലും പോരായ്മ അത് ഉദ്യോഗസ്ഥർക്ക്. വേറെ ആരെങ്കിലും നല്ല ചെയ്താൽ അതിന്റെ ഫ്ലക്സ് മരുമോനും പിണറായിക്കും. ഇവര് UDF ജമാഅത്ത് ഇസ്ലാമിന്റെ വെൽഫെയർ പാർട്ടിന്റെ പിന്തുണ നേടുന്നുണ്ട്. നിങ്ങൾ SDPയുടെ പിന്തുണ പരസ്യമായി തന്നെ വാങ്ങുന്നുണ്ട്. നിങ്ങൾ SDP നിയമത്തെ LDF പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവര് പറയല്ലേ, ഞങ്ങൾ പിന്തുണ ചർച്ച നടന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് ചർച്ചകളും വിശകലനങ്ങളും എല്ലാമായി നമ്മുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് 13 നിയമസഭാ മണ്ഡലങ്ങളുള്ള കോഴിക്കോട് ജില്ലയിലാണ്. രൂക്ഷമായി രാഷ്ട്രീയം സംസാരിക്കുന്നവരുള്ള നാടാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ കൃത്യമായ രാഷ്ട്രീയവും വികസനവും എല്ലാം ചർച്ചയാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊപ്പം 3 രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് ബ്യൂറോ ചീഫ് ആയിട്ടുള്ള അനഘ ഹർഷനും ചേരുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. NDA പ്രതിനിധിയായി K ഗണേഷ്, UDF പ്രതിനിധിയായി CK ഷാക്കിർ, LDF പ്രതിനിധിയായി ഫിറോസ് പി. അപ്പൊ അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം ചേച്ചി, എന്തൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്ക് 3 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ഉണ്ട്. അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ള ആദ്യത്തെ പ്രശ്നം എന്താണ്? നോക്കൂ ശില്പ, കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങ് പൊടിക്കുകയാണ്. 3 രാഷ്ട്രീയ പാർട്ടികളും ശക്തമായ പ്രചരണത്തിലാണ്. പക്ഷേ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. മെഡിക്കൽ കോളേജിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇവിടെ യാത്രാ സൗകര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. എന്താണ് LDF പ്രതിനിധി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. പിന്നെ ഈ ദേശീയ പത്രമാധ്യമങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഞങ്ങളെ ഒരു അഭിപ്രായം. അതായത് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർ, പാവപ്പെട്ട രോഗികൾ ഒത്തിരി വന്നിട്ട് കൂടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിനുള്ള സൗകര്യപരിധി ഉണ്ടാവും. പിന്നെ ഒരു ഡോക്ടേഴ്സിൻ്റെ വരുന്ന പിഴവിന് ഒരു മന്ത്രി ഉത്തരം പറയാമെന്ന് പറഞ്ഞാൽ അത് മന്ത്രിയല്ല അതിൻ്റെ കുറ്റക്കാർ. പക്ഷെ മന്ത്രി അതിന് ഇടപെടുന്നുണ്ട്, നടപടി എടുക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. NDAന്റെ പ്രതിനിധി ഗണേഷാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല, അത് ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഡോക്ടർമാരെയൊക്കെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും ഇവർക്ക് വേണ്ടി നടപടികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും സർക്കാരിന് പങ്കില്ലേ? ഇവര് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അത് മന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ട് ഫ്ലക്സ് വെക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഫ്ലക്സ് അടിച്ചു വെക്കുന്ന ജോലി മാത്രമാണ് പലപ്പോഴും മന്ത്രി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ഒരു വളർന്നു വരുന്ന ഒരു നഗരമാണ്. പക്ഷേ ആ വളർന്നു വരുന്ന നഗരത്തിനനുസരിച്ചുള്ള ഒരു വികസനം ഈ കോഴിക്കോട് ഉണ്ടാവുന്നുണ്ടോ എന്നതാണ്. ഇപ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന വാർത്തകൾ, അവിടെ വന്ന ഫോട്ടോ, അവിടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല, സാധാരണക്കാരന് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല, നല്ല രോഗികൾക്ക് ഒരു കൃത്യമായിട്ടുള്ള പരിചരണം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഒരു സാധാരണക്കാരൻ അവകാശപ്പെട്ട അവന് ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലാണ് കോഴിക്കോടിലെ ചികിത്സാ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ആ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് ഒഴിയുക എന്നല്ല, അത് മന്ത്രിയുടെ എന്നല്ല, ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കോഴിക്കോട് നഗരത്തിലെടുത്ത് നോക്കിയാൽ ഇപ്പോൾ നമുക്കറിയാം, പുതിയ സ്റ്റാൻഡ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടു ഞാൻ, പുതിയ സ്റ്റാൻഡിൽ പോയാൽ ഒരു എന്താ പറയുക, ടോയ്ലറ്റ് സൗകര്യമോ സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങളോ
ഒന്നും തന്നെ ഈ കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രത്തിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് വികസനമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന LDF ആണ്, സംസ്ഥാനം ഭരിക്കുന്ന LDF ആണ്, പല MLA-മാരും LDF ആണ്. പിന്നെ എന്ത് വികസനമാണ്? ഇത്ര അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ എന്ത് വികസനമാണ് ഈ സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത്? എന്ത് വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വോട്ട് ചോദിക്കുന്നത് എന്നാണ് ഞങ്ങൾ. അതുകൊണ്ട് ജനങ്ങൾ വലിയ മാറ്റത്തിന് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആ മാറ്റം തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഈ കോർപ്പറേഷനിലെ ജനങ്ങൾ തന്നത് എന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. വലിയ മാറ്റം ജനങ്ങളിൽ നിന്നുണ്ടാവും. അത് BJPക്ക് അനുകൂലമായിരിക്കും, നരേന്ദ്രമോദിക്ക് അനുകൂലമായിരിക്കും. ഇപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞത് ആരോഗ്യ രംഗത്തെ കുറിച്ചാണ്. നമ്പർ 1 കേരളം അല്ലെങ്കിൽ നമ്പർ 1 ആരോഗ്യരംഗം എന്നാണ് സർക്കാരിന് ഫ്ലെക്സ് ബോർഡുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരുപാട് ജില്ലകൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞത്. അത് ഡോക്ടർമാരുടെ തെറ്റാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, കേരളം നമ്പർ 1 ആണ്. അതൊന്ന് വിലക്കയറ്റത്തിൽ, ജനദ്രോഹത്തിൽ, പിന്നെ ആരോഗ്യ മേഖലയും പ്രാഥമിക വിദ്യാഭ്യാസത്തിലും കാലങ്ങളായി നമ്മൾ ഒന്നാമതായിരുന്നു. കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ അതുപോലും വളരെ പ്രയാസത്തിലേക്കാക്കിയിട്ടുള്ളൊരു സർക്കാരാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാറിലെ 5 ജില്ലകളെ ആശ്രയിക്കുന്ന ഒരു പ്രധാന കോളേജാണ്, മെഡിക്കൽ കോളേജാണ്. അവിടെ ഇപ്പോൾ കാഷ്വാലിറ്റി മാറ്റി സ്ഥാപിച്ചു, കോടിക്കണക്കിന് രൂപ. ആ കാഷ്വാലിറ്റിയിൽ നിന്ന് രോഗികളും ഡോക്ടർമാരും ഇറങ്ങി ഓടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ 2 മാസം മുമ്പുണ്ടായി. അപ്പോൾ അതൊക്കെ അഴിമതിയുടെ ഒരു മേഖലയാക്കി, അല്ലെങ്കിൽ ആ രീതിയിൽ ആണ് ഗവൺമെൻറ് കാണുന്നത്. ജനക്ഷേമമോ ജനങ്ങളുടെ ആരോഗ്യമോ ഇവർ ശ്രദ്ധിക്കുന്നില്ല. അതുമാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. നിലവിൽ കൊടുവള്ളി മാത്രമാണ് UDF-നുള്ളത്. നിങ്ങൾ എഴുതി വെച്ചോ, മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ 13-ൽ 13 ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. അത് CPM-കാരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പറയപ്പെട്ട BJPയുടെ ആളുകൾ പോലും ഐക്യജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യും. ഒന്ന് നമുക്കറിയാം, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോടും കേരളത്തിലെ ഗവൺമെൻറ്റിനോടും ആളുകൾ പ്രതിഷേധമുണ്ട്. അത് പാർട്ടി നോക്കിയിട്ടല്ല, ജനങ്ങളെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ കോഴിക്കോടിന്റെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2001-ന് ശേഷം UDF-ന് ഒരു MLA പോലും കോഴിക്കോട് ഇല്ല എന്നുള്ളതാണ്. തുടർച്ചയായി ഇത്തരം സമരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു എങ്കിൽ അങ്ങനെ ഒരു MLA എന്തുകൊണ്ട് ഇത്ര വർഷമായി പരാജയമായി എന്നുള്ളതാണോ? അത് നിങ്ങൾ കൊടുവള്ളി MLA ഡോക്ടർ MK മുനീറാണല്ലോ. അവിടെ പിന്നെ UDF അല്ലേ MLA? കോൺഗ്രസിനാണ് കുറച്ച് കാലങ്ങളായി ഇവിടെ MLA ഇല്ലാത്തത്. അത് ഈ തവണ പരിഹാരമാവും. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാറും ഇവിടെ K ജയന്തും ഇവിടെ ഫൈസൽ ബാബുവും നോക്കൂ നിങ്ങൾ. TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ പോലും വലിയ ഭൂരിപക്ഷത്തിനും വോട്ടിൻ്റെ അഡ്വക്കേറ്റ് ഫാത്തിമ തൈലി വിജയിക്കുമെന്ന് പൊതുസമൂഹം വിലയിരുത്തുകയാണ്. ഇന്ന് പുറത്ത് വന്നിട്ടുള്ള പ്രധാന മാധ്യമങ്ങളുടെ, ദേശീയ മാധ്യമങ്ങളുടെ സർവേയിൽ പറയുന്നത് കോഴിക്കോട് ഉൾപ്പെടെ വലിയ മാറ്റം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണവും അവരുടെ നയവ്യതിയാനവും ഒക്കെ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന പ്രയാസപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും നിങ്ങൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ MLA ഇല്ല. അത് ശരിയാണ്. നേരത്തെ സുജനപാൽ ഉണ്ടായിരുന്നു നോർത്തിൽ, അപ്പുറത്ത് കൊയിലാണ്ടിയിലും ഒക്കെ നമ്മളെ ശങ്കർ ഉൾപ്പെടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അത് തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനത്തിലാണ്. എന്തായാലും ഞാൻ വെറുതെ പറയുന്നതല്ല. ജന TV-യിൽ നിങ്ങൾ 4-ാം തീയതി വോട്ടുണ്ടെന്ന് ചർച്ചയുണ്ടാകുമല്ലോ. ഇവരൊക്കെയാണ് കേൾക്കുന്ന പൊതുജനങ്ങളുണ്ടാവും. 13-ൽ 13 കോഴിക്കോട് ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ 4-ാം തീയതി വരെ പ്രതീക്ഷ വിൽക്കുന്നത് നല്ലതാണ്. കാരണം അന്ന് വരെ പ്രതീക്ഷ അർപ്പിക്കാൻ UDF-ന് സാധിക്കുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഒരു UDF-ന് അനുകൂലമായ തരംഗം ഉണ്ടാവാതെ പോയത് കോർപ്പറേഷനിൽ? കാരണം ഇവർ പരാജയമാണ്. ഇവരിവിടെ MLA-മാരുണ്ടായിരുന്നു, ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ അറിയാം, ആരോഗ്യ മേഖല ഈ തകരുന്നത് LDF പറയുന്നത് UDF-ന്റെ കാലത്തുള്ള കത്രികയാണ് വയറ്റിൽ കുടുങ്ങിയത്, അല്ലെങ്കിൽ UDF-ന്റെ കാലത്തുള്ള ഗ്ലൗസ് ആണ് വയറ്റിൽ കുടുങ്ങിയത് എന്നൊക്കെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇതാണല്ലേ ഈ കത്രിക സംഭവം എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒത്തിരി സംഭവങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ പത്രമാധ്യമങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. അതെ, നടക്കുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലുകൾ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇവിടെ ബീച്ച് ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ട്, അപ്പുറം മെഡിക്കൽ കോളേജ് ഉണ്ട്, കുതിരവട്ടുണ്ട്, കോട്ടപ്പുറമ്പ് ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലൊക്കെ ആധുനിക നിലവാരത്തിൽ, അതായത് അന്തർദേശീയ തലത്തിൽ ഉള്ള ഹോസ്പിറ്റലാണ്. കേന്ദ്ര സർക്കാർ അംഗീകാരം കൊടുത്ത ഹോസ്പിറ്റലാണ്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞോട്ടെ. ഒത്തിരി പാവപ്പെട്ട രോഗികൾ വന്നിട്ട്, അതായത് കോവിഡിന് ശേഷം, കൊറോണയ്ക്ക് ശേഷം രോഗികൾ
രോഗികളുടെ എണ്ണം കൂടാണ്. അതായത് ഒരു ഡോക്ടേഴ്സിന് സ്ട്രെസ് കൂടാണ്. അതായത് 200-300 പേഷ്യൻസ് ആണ് ഒരു ദിവസം ഡോക്ടർമാരെ നിശ്ചയിക്കുക എന്നതാണ് ഡോക്ടർമാർ ഒത്തിരി ഉണ്ട്. അതായത് വഴി ഡോക്ടർമാരെ നിയമിക്കാത്തത്. നിങ്ങൾ പിൻവാതിൽ വഴി ഇവിടെ കൂടുതൽ നിയമനം നടക്കുന്ന കാരണത്തിൽ കാലങ്ങളായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡോക്ടറായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പിൻവാതിൽ നിയമനമല്ല, പിൻവാതിൽ വഴി ഇവിടെ PSC ചോദ്യപേപ്പർ ചോർത്തി കൊടുത്ത അല്ലെങ്കിൽ PSC പരീക്ഷ ചോർത്തി കൊടുത്ത ആളുകളാണ് ഇവിടുത്തെ CPM-കാർ. ഇവിടെ പിൻവാതിൽ വഴി എത്ര നിയമനങ്ങൾ നടത്തി. ഇവിടെ സാധാരണക്കാരൻ പരീക്ഷ എഴുതി പഠിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയാണ് PSC ലിസ്റ്റിൽ വന്നാൽ അവരെ എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കോഴിക്കോട് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്താണ് നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ ഇവിടുത്തെ CPM-ന് കാണിക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഹൈവേ വികസനമാണ്, നാഷണൽ ഹൈവേയുടെ വികസനമാണ്. നാഷണൽ ഹൈവേ അല്ലാതെ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്? ഇവിടെ അടഞ്ഞു കിടക്കുന്ന മാവൂർ ഗോളിറൻസ് നിങ്ങൾ ഇവിടെ മാറി മാറി ഭരിച്ചിട്ടില്ല. ഇവിടെ UDF ഭരിച്ചു, LDF ഭരിച്ചു. കാരണം ഒരു വികസനമില്ലായ്മ എന്ന് പറയുമ്പോൾ കേരളം എടുത്തു കാണിക്കുമ്പോൾ ആദ്യം എടുത്തു കാണിക്കുന്നത് മാവൂർ ഗോളിറൻസ് ആണ്. ഇന്ന് നിങ്ങൾ കൊട്ടിഘോഷിച്ച് മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലം എന്തോ വികസനമാണെന്ന് പറയുന്നു. ഇന്നലെ ഞങ്ങളുടെ പ്രകാശ് ബാബു അവിടെ ഈ ബോട്ട് ജെട്ടിയിൽ പോയ സമയത്ത് അവിടെ ഈ ഫിഷിംഗ് തൊഴിലാളികൾക്ക് കുടിക്കാനുള്ള ഒരു ശുദ്ധ ജലം കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് അവിടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുടിക്കാൻ പോലുള്ള വെള്ളമില്ല. അതാണ് നിങ്ങളുടെ വികസനം. അടിസ്ഥാന സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള എന്ത് എല്ലാ വികസനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ അതിന്റെ വികസനം അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? രാജ്യത്ത് ഓരോ വർഷം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ആ ബജറ്റ് എന്തിന് വിനിയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് വരുമാനം ഉണ്ടല്ലോ, ടാക്സ് ഉണ്ട്, മറ്റു പലരും വരുമാനം. ആ വരുമാനം രാജ്യത്തിന്റെ വികസനത്തിൽ ഉപയോഗിക്കണ്ടേ? അതിന് പകരമായി ഈ രണ്ട് ഗവൺമെന്റും ദൂർത്തടിക്കുക. ഇപ്പൊ നിങ്ങൾ പഴയ കാലത്തെ ഇപ്പൊ നോക്ക്, തൊഴിലുറപ്പ് പദ്ധതി മൻമോഹൻ സിംഗ് അവസാനം കൊണ്ട് ഭക്ഷ്യ സുരക്ഷാ പദ്ധതി, അത് അടിസ്ഥാന ജനങ്ങളെ ബാധിക്കുന്ന അദാനിയെയും അംബാനിയെയും രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളിലൂടെ അല്ലാതെ BJP പാവപ്പെട്ട ഇന്ത്യയിലെ 130 കൊറോണ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സർക്കാർ എത്തിച്ചു കൊടുത്ത പോലെ നമ്മളെ ആരെങ്കിലും പോക്കറ്റിലേക്കല്ല, ജനങ്ങളിലേക്ക് നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചു കൊടുത്തു. കട്ടെടുക്കണമെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ എന്റെ ഫണ്ട് കൊടുക്കണ്ടേ? എന്താ കൊടുക്കുന്നത്? അതായത് എന്താ പറയാ, കർഷകർക്ക് പണം പോലും കൊടുക്കുന്നില്ല. കേരളത്തെ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ടും പണം എടുത്തിട്ടാണ് ഇത്രയേറെ ഈ കോഴിക്കോട് ബീച്ചിന്റെ അവസ്ഥ. കോഴിക്കോട് ബീച്ച് എത്രയോളം മാറി. നിങ്ങൾ കണക്ക് കൊടുക്കൂ, ഞങ്ങൾ പൈസ തരാന്നാണ് കേന്ദ്രം പറയുന്നത്. കണക്ക് കൊടുക്കാത്തോണ്ടല്ലോ. ധനകാര്യമന്ത്രി ബാലഗോപാൽ നിയമസഭയിൽ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണക്ക് കൊടുത്തിട്ടുണ്ടെന്നാ മന്ത്രി പറഞ്ഞു. ഈ കോഴിക്കോടിന്റെ വികസന മുരടിപ്പും ഒക്കെയാണ് ഇപ്പൊ ചർച്ചയാകുന്നത്. പക്ഷേ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മെഡിക്കൽ കോളേജാണ്. കാരണം 5 ജില്ലകളെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ്. അപ്പം ഈ മെഡിക്കൽ കോളേജിൽ ചില പരാജയങ്ങളുണ്ട്, അതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം എന്താണ് LDF പ്രതിനിധി എന്ന രീതിയിൽ പറയാനുള്ളത്? ഞാൻ നിങ്ങളോട് നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആളുകൾ അത്രയും തിങ്ങിയിട്ട് പേഷ്യൻസ് വരുന്ന ഒരു സ്ഥലമാണ്. ഒരു ഒത്തിരി തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അത് ഇങ്ങനെ പെരുപ്പിച്ച് ചാനലുകളും പത്രങ്ങളും മറ്റുള്ള പ്രതിപക്ഷ ഈ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു. തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചേവായൂർ ആവേദന മാറ്റ ഹോസ്പിറ്റലിന് തറക്കല്ലിട്ടത്. കോടാനുകോടികളാണ് ഇതിന് ചെലവഴിക്കുന്നത്. ഒരു മാസങ്ങൾക്ക് മുന്നാണ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വന്നിട്ട് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA-യുടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ ഇത് വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വരുന്ന ഇതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായിട്ട് ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജ്, ഏറ്റവും മികച്ച ചികിത്സ ഉത്തരേന്ത്യയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് കേരളത്തിൽ വൻ മാറ്റം. മറുപടി പറയാൻ ഒറ്റ സെക്കൻഡ്. അതായത് ഇവര് പറഞ്ഞത് കറക്റ്റാണ്. അത് ലോകത്താദ്യമായി ഈ രീതിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നമ്മൾ കേരളത്തിലാണ്. എന്താ അറിയോ, വലത് കാലിന് ശസ്ത്രക്രിയക്ക് വന്നാൽ ഇടത് കാലം മുറിച്ചു മാറ്റുക. ഇത് ലോകത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ദയവ് ചെയ്ത് ആ ആശുപത്രിയിലേക്ക് നിങ്ങൾ ആളുകളെ കൊണ്ടുപോകരുത്. നിങ്ങൾ മുട്ടുകാലിൽ എന്തെങ്കിലും കുഴപ്പം തല അറുത്തു മാറ്റും എന്ന് ഭയപ്പാടില്ല. സത്യമല്ലേ?
എത്ര ആളുകളുടെ അവയവ മാറ്റമാണ് ഇവർ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്? എത്ര പേരുടെ അത് നിങ്ങൾ LDF പറഞ്ഞത് കറക്റ്റാണ്. അവയവ മാറ്റത്ത് ശസ്ത്രക്രിയയിൽ ലോകത്ത് ആദ്യമായിട്ട് ഇവരാണ്. കാരണം ഇടതുകാലം ശസ്ത്രക്രിയ വന്നാൽ വലുത് കൈ മുറിക്കും. ഈ രീതിയിൽ കേരളത്തിലെ ആരോഗ്യരംഗം ഉഷാറാണ്. അത്ര മിടുക്കാണ് നിങ്ങൾ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ. നിങ്ങൾ ഒറ്റപ്പെട്ട കേസല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മറ്റേ ഒരു പ്രധാന ഡിപ്പാർട്ട്മെന്റ് തലവനാണ് ഡോക്ടർ ഹാരിസ്. അദ്ദേഹം ഉൾപ്പെടെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകൾക്കെതിരെ പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്ക്, ആരെങ്കിലും നല്ല ചെയ്താൽ അതിന്റെ ഫ്ലക്സ് മരുമോനും പിണറായിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ രീതിയിൽ പറഞ്ഞാൽ തന്നെ വോട്ട് ഹോൾസെയിൽ ആയിട്ട് UDF കിട്ടും. ഈ അവയവ മാറ്റ ശസ്ത്രക്രിയയുടെ കേന്ദ്രം കോഴിക്കോട് തുടങ്ങിയെന്ന് പറയാം. ഞങ്ങളൊരു ഭയപ്പാടോടെ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം കോഴിക്കോട്ടുകാരുടെ അവയവം ഇനി എന്താ പറയുക, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട അവസ്ഥ വരും. ഈ കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്ത പണം കൊണ്ടുണ്ടാക്കിയ കെട്ടിടവും അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങളും അല്ലാതെ ഈ സർക്കാർ എന്ത് നേട്ടമാണ് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു നേട്ടവും ഈ സർക്കാരിന് അവകാശപ്പെടാനില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ LDF സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യ മേഖലയെ മുൻനിർത്തിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഈ വലിയൊരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാവാൻ പോവുകയാണ്. അത് ആരോഗ്യ മേഖലയെ ബന്ധപ്പെടുത്തി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും. ഈ ആരോഗ്യ മേഖല ഒരു പരാജയമാണെന്ന രീതിക്കാണ് ഇപ്പൊ ജനങ്ങളെല്ലാം സംസാരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ആരോഗ്യ മേഖല ഏറ്റവും വലിയ മികച്ച വിജയമാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതായത് ഈ കാലിന്റെ വിരല് മുറിച്ചു മാറ്റുന്ന ഇങ്ങനെ സംഭവങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, അതിന് ഞങ്ങൾ മറുപടി തന്നിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടില്ല. അതിനെതിരെ ഈ സംഭവങ്ങൾ ഡോക്ടേഴ്സിന്റെ വീഴ്ചക്കെതിരെ ഗവൺമെന്റ് നടപടി എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലാണ് കോർപ്പറേറ്റ് മേഖലകളിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകള് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അതുമാതിരി ചെയ്യണമെന്നല്ല പറയുന്നത്. ഇതുപോലത്തെ സംഭവങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിൽ കൂടുതൽ നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്ത് നിങ്ങളെ പോലുള്ള പത്രമാധ്യമങ്ങൾ കൊടുത്തു വരുന്നില്ല. ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളും പറയുന്നത്. അത് നീതി ആയോഗിന്റെ റാങ്ക് റേറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളം. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഏത് വിദ്യാഭ്യാസ ആഭാസമാക്കിയുള്ള ഒരു മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ അത് ഞങ്ങൾക്ക് വലിയൊരു സംഭവമാണ്. അതായത് പാമ്പ് കടിച്ചു വരെ പുസ്തകത്തിലെത്തി. പാഠപുസ്തകം വഴിയാണോ നിങ്ങൾ പാമ്പിനെ അയച്ചൊരുക്കുന്നത്? പാമ്പ് കടിച്ച് മരിക്കുന്ന അപകടം പറ്റുന്ന സ്കൂള്, തകർന്നു വീഴുന്ന സ്കൂള്, വൈദ്യുതാഘാതം ഏൽക്കുന്ന സ്കൂള്, പരീക്ഷ പാസ്സാവാതെ ഇതൊക്കെ ഈ 10 കൊല്ലം കൊണ്ട് വന്നതാണ്. അതിന്റെ മുന്നിൽ ഒന്നും ഉണ്ടായിട്ടില്ലേ? പരീക്ഷ വേണ്ട, പിന്നെ മാർക്ക് ലിസ്റ്റ് വേണ്ട, നേരെ സർട്ടിഫിക്കറ്റ്. അതായത് +2 പക്ഷേ നമ്മൾ ഈ സർക്കാരിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ പോലും ഈ സർക്കാരിലെ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ എതിരെയോ ഒരു വിജിലൻസ് അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് LDF പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി ആരാണ്? നിങ്ങൾ എഴുതി വെച്ച മെയ് 4-ന് ശേഷം ഈ കള്ളന്മാര് മുഴുവൻ ജയിലിലായിരിക്കും. ഇവരെന്തുകൊണ്ടാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ശബരിമലയിൽ സ്വർണം കട്ടിട്ട് ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കുറച്ചുകൂടി സുരക്ഷിത സൗകര്യം, നല്ല ഭക്ഷണം, നല്ല ശമ്പളക്കാക്കി നിർബന്ധമായിട്ടും അന്വേഷണത്തിന് വിധേയമാകും, കുറ്റവാളി ശിക്ഷിക്കപ്പെടും. ഇവർ അതുകൊണ്ടാണ് 63 രൂപ ഡെയിലി കൊടുക്കുന്നത്. ഈ സ്വർണം കട്ട വിഷയത്തിലാണെങ്കിലും നടത്തിയവർ ജയിലിലെത്തും. ഒരു സംശയം വേണ്ട, അന്ന് വിജിലൻസ് അന്വേഷണം വരും. ഇപ്പൊ വിജിലൻസ് അന്വേഷണം പ്രതിപക്ഷ പാർട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവർ ED ഉപയോഗിക്കുന്ന പോലെ ഇവര് കേരള ഗവൺമെന്റ് വിജിലൻസിന് ഉപയോഗിക്കുന്നു. നിങ്ങൾ എഴുതി വെച്ചോ, സത്യസന്ധമായി അന്വേഷണം നടത്തി ഈ കേരളത്തെ വലിയ കടക്കണിയിലേക്ക് ധൂർത്ത് നടത്തി മുടിപ്പിച്ചിട്ടുള്ള അഴിമതി നടത്തിയിട്ടുള്ള പിണറായിയെയും മരുമകനെയും ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവാളികളാണെങ്കിൽ അവർ ജയിലിലായിരിക്കും. അത് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടതാണ് ഇവരങ്ങോട്ട് പോകാൻ റെഡി ചെയ്ത് നിൽക്കുകയാണ്. കാരണം പോകേണ്ടി വരും. ഇപ്പൊ ഈ സ്വർണം കട്ടത് ആരപ്പായി ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോ അത് ഇവർ ട്രോൾ ഇറക്കാന് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കോടിയോളം രൂപ ചെലവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ലീഡറുമായ കെ കരുണാകരൻ സോണിയാഗാന്ധിനെ കാണാൻ ദിവസങ്ങളോളം മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. കെ കരുണാകരൻ കോൺഗ്രസിന്റെ ശില്പിയായ, കോൺഗ്രസിന്റെ എല്ലാമായ ലീഡറായ കെ കരുണാകരന്റെ വാതിൽ
പുറത്ത് നിർത്തിയ സോണിയാഗാന്ധി, മണിക്കൂറോളം നിർത്തിയ സോണിയാഗാന്ധി നേരിട്ട് പോറ്റുകയും അടൂർ പ്രകാശ് കൊടിക്കുന്നിലടക്കമുള്ള നേതാക്കന്മാരെ അകത്ത് കയറ്റാണ്. അപ്പൊ ആരാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തായിട്ട് ബന്ധമുള്ളത്? അതായത് സ്വർണ്ണം കട്ടതാരാണ്? അതായത് ദൈവത്തിന്റെ മുതൽ കട്ടവൻ ആരായാലും ദൈവം വെറുതെ വിടുക. അത് നിങ്ങൾക്ക് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അതിന്റെ റിസൾട്ട് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. പക്ഷേ സോണിയാഗാന്ധിയുടെ വസതിയിൽ എങ്ങനെ കയറാൻ പറ്റില്ല? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരമാവധി സംരക്ഷിക്കാൻ നോക്കി. സ്വർണം കട്ടുകൊടുത്തതാരാണ്? സ്വർണം കട്ടുകൊടുത്തതാരാണ്? CPM നേതാക്കന്മാരും. സ്വർണം വാങ്ങിയതാരാ? ആ കട്ട സ്വർണം വാങ്ങിയതാരാ? സോണിയാഗാന്ധി കൂട്ടരുമാണ്. ഇവിടുത്തെ പത്തനംതിട്ട MLA-യും UDF-ന്റെ കൺവീനറും ഉൾപ്പെടെയുള്ള ആളുകൾ, UDF-ന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞോ? എന്താ പറയാത്തത്? പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേസ് ഈ സുപ്രീം കോടതി മാറ്റിവെക്കാൻ അറ്റോർണി ജനറലിനെ കൊണ്ട് പറയിപ്പിച്ചതാരാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു അഴിമതി കേസിൽ ഒരു കേസ് ഒരു സുപ്രീം കോടതി എന്ന പരമോന്നത കോടതി 37 തവണ കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ അറ്റോർണി ജനറൽ മാറ്റിവെക്കാൻ പറയല്ല. കോടതി സ്വതന്ത്രമാണ്. ആരുടെ കേന്ദ്ര സർക്കാരാണ്. നിങ്ങള് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പിൻവാതിൽ ഭരണം നടത്തിയ സോണിയാഗാന്ധിയുടെ സർക്കാരല്ല, ഇത് സ്വതന്ത്ര. പിണറായി വിജയൻ അഴിമതി നടത്തി എന്ന് പറയുന്നവര് 5 വർഷം മുന്നേ എന്തൊക്കെ കേന്ദ്ര ഏജൻസികൾ ഇവിടെ വന്നു പിണറായി വിജയനെ അടിക്കാൻ വേണ്ടിയിട്ട്? എന്തെങ്കിലും ഒരു സംഭവം തെളിയിക്കാൻ കഴിഞ്ഞോ? ഈ മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നോ? ഒന്നുമില്ല. ഈ പ്രതിപക്ഷ കക്ഷികളും കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള BJP-ക്കാരും അല്ലാതെ വേറെ ആരും ഒന്നും പറയുന്നില്ല. ജനങ്ങൾക്ക് ഈ സർക്കാരിൽ നല്ല പ്രതീക്ഷയാണ്. ഈ സർക്കാർ തുടരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ. ഞാൻ ചോദിക്കട്ടെ, ഇനി വീണ്ടും ഈ സർക്കാർ വരികയാണെങ്കിൽ എന്താണ് കോഴിക്കോട് ചെയ്യാൻ പോകുന്നത്? കോഴിക്കോടിന്റെ വികസന തുടർച്ച തന്നെ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇനിയും ഒത്തിരി കാര്യങ്ങൾ കോഴിക്കോട് ചെയ്യാറുണ്ട്. റോഡായാലും പാലങ്ങളായാലും മറ്റുള്ള സംഭവങ്ങളായാലും പ്രാദേശിക റോഡുകൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എവിടെ? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകളൊന്നും കോഴിക്കോടിന്റെ കാര്യത്തിലൊന്നും വരുന്നില്ല. നാഷണൽ ഹൈവേക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ദേശീയപാത. പക്ഷെ ആ സ്ഥലം ഏറ്റെടുക്കാൻ 6000-ൽ പരം കോടി. ഈ ബീച്ച് റോഡും ഇതിനോട് അനുവദിച്ച തീരദേശ റോഡുകളും ഇവിടെ സൗന്ദര്യവൽക്കരണം, ഇവിടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പണം അനുവദിച്ചിരിക്കുന്നത് ഇവിടുത്തെ നഗരത്തിലെ വികസനത്തിന് ഒരു ഫണ്ടും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. അത് നിങ്ങൾ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഒരു സംഭവം കൊടുക്കുന്നില്ല. കിഫ്ബിന്ന് ഫണ്ട് എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വികസനം കേരളത്തെ ചെലവാകുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്, ഫ്ലെക്സ് അടിച്ചു വെക്കാൻ. അതുവർക്ക് അങ്ങനെ തോന്നൽ മാത്രമാണ്. ഫ്ലെക്സ് അടിച്ചു വെക്കാനുള്ള പണം മാത്രമാണ്. ഈ പിണറായിസം മരുമോനിസം അല്ലാതെ വേറൊന്നും ഇവർക്ക് പറയാനില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനായിട്ട് കൊടുത്തതല്ല മന്ത്രിസ്ഥാനം. അദ്ദേഹം എങ്ങനെ വന്ന നിങ്ങൾക്ക് അറിയാം. റിയാസ് ഇന്നലെ ഇങ്ങോട്ട് കെട്ടിയിറങ്ങി വന്ന ആളല്ല. റിയാസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നാണ്. അല്ല, റിയാസ് പഠിച്ച സ്കൂളാണ് ഇവിടെ തൊട്ടടുത്ത്, സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലാണ് റിയാസ് പഠിച്ചത്. റിയാസ് SFIയിലൂടെ DYFIയിലൂടെ വന്ന മികച്ചൊരു നേതാവാണ്. അദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. മികച്ച അദ്ദേഹം അത് കാണാം. വികസനം നോക്കണം. നിങ്ങളെ ബേപ്പൂരിൽ നിങ്ങൾ വരും, ഞാനും വരാൻ തയ്യാറാണ്. ബേപ്പൂരിന് കുടിക്കാൻ വെള്ളമൊക്കെ അവിടെ ധാരാളമുണ്ട്. അത് നിങ്ങൾക്ക് ഒരു തോന്നൽ മാത്രമാണ്. അതായത് കേരള വാട്ടർ അതോറിറ്റി വളരെ സജീവമായി തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം ഉണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. അത് നുണപ്രചരണം മാത്രമാണ്. പല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും വെള്ളത്തിലാ ചേട്ടാ. ഏത് പിടിച്ച വെള്ളത്തിലായത്? ഒരു പിടിച്ച വെള്ളത്തിലില്ല. ഒരു വെള്ളം മഴ പെയ്താൽ വെള്ളം കയറാത്ത വെള്ളം ഇല്ലാത്ത സ്ഥലം. അതായത് വെള്ളം ഒറ്റയടിക്ക് മഴ പെയ്താൽ ഇവിടെ ഇപ്പൊ കുറച്ച് വെള്ളം നിന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം നമുക്ക് പറയാൻ പറ്റില്ല. ഭൂമിന്റെ ഘടന നമ്മൾ മനസ്സിലാക്കണം. 47 രാജ്യത്ത് ഇവർ സന്ദർശനം നടത്തി. മുഖ്യമന്ത്രി, ഭാര്യ, പേരക്കുട്ടി, വീണ, അതുപോലെ എല്ലാവരും. നിങ്ങൾ ഒരു വരുമ്പോ എന്തെങ്കിലും മൊട്ടു സൂചി കേരളത്തിലേക്ക് കൊണ്ടുവന്നു? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതായത് അല്ല, നിങ്ങൾക്ക് തോന്നാണ്. അതായത് വിദേശ ഉമ്മൻചാണ്ടിയും കെ കരുണാകരനൊക്കെ വലിച്ച സമയത്ത് വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചില്ലേ? ഇവരെന്ത് ചെയ്യണ്? അതേ വിദേശ മൂലധനം സ്വീകരിക്കും. എവിടുന്നൊക്കെ ഫണ്ട് കൊണ്ടുവന്ന് അടിച്ചു മാറ്റാൻ പറ്റുമോ അത് മുഴുവൻ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചു. പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ ഹാലിളക്കാണ് ഒന്നാമത്. 10 വർഷം ഭരണം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ഹാലിളക്കമാണ് പ്രതിപക്ഷം ഇവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ്, അത് മറക്കാനാണ് BJP-യുമായിട്ട് ഡീൽ
ഡൽഹിയിൽ എങ്ങനെ ഈ CPM ഉം BJP ഒരു കാലത്തും എവിടെയും യോജിക്കൂല. അതെ, രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇവരങ്ങനെ ഒരു പദ്ധതി LDF കൊണ്ടുവന്നത് പറയാൻ കഴിയും. ഒറ്റ പദ്ധതി നിങ്ങൾ കേന്ദ്ര സർക്കാർ നിങ്ങൾ നമ്മൾ അടികൂടാണ് ഏതെങ്കിലും റോഡ് ടാർ ചെയ്താലും അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്ക് അസൂയ തോന്നും. നിങ്ങൾക്ക് അസൂയ തോന്നും. ഈ ഇന്ത്യ മഹാരാജ്യം എത്രയും കാലം ഭരിച്ചിട്ട് ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒന്നും എന്താ സാധിച്ചത് നിങ്ങൾക്ക്? ദേശീയപാതക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയും കൂട്ടർ ഡൽഹിയിൽ പോയിട്ട് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും കണ്ട ആളുകളാണ് ഇവർ. ഈ കാര്യങ്ങൾ ഈ ദേശീയപാത വികസനം തന്നെ നമ്പർ 1 അല്ലേ? നടത്തി, നിങ്ങൾ പണം ഉണ്ടാക്കി, നിങ്ങൾ 3G കുംഭകോണം, ഇവിടെ പൂജ്യത്തിന്റെ എണ്ണം പോലും ആളുകൾ എണ്ണി തുടങ്ങിയത് നിങ്ങളുടെ കുംഭകോണം കൊണ്ടാ. നിങ്ങൾക്ക് അസൂയ ഉണ്ടാവും കേന്ദ്ര സർക്കാരിനോട്. കേന്ദ്ര സർക്കാരിന് അസൂയ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഭരണം പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉമ്മൻചാണ്ടി എന്ന് കേൾക്കുമ്പോൾ ചിരിക്കുകയാണ് ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ രണ്ടുപേരാണോ? ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ രണ്ടുപേരാണോ? നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഉണ്ടായിരുന്നത്, സ്ഥാനാർത്ഥി ആയിരുന്നു ഉണ്ടായിരുന്നത്? തോളിൽ കൈയിട്ട് നടക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? നിങ്ങൾ ഇവിടെ വന്നിട്ട് തമ്മിലടിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇവര് UDF ജമാഅത്ത് ഇസ്ലാമിന്റെ വെൽഫെയർ പാർട്ടിന്റെ പിന്തുണ നേടുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഇതുണ്ട് വിമർശിക്കാൻ? കാരണം നിങ്ങൾ SDP-യുടെ പിന്തുണ പരസ്യമായി തന്നെ വാങ്ങുന്നുണ്ട്. ഇന്നലെ SDP നിയമത്തെ LDF-നെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവര് പറയല്ലേ ഞങ്ങൾ പിന്തുണ ചർച്ച നടന്നിട്ടില്ല. അതായത് വോട്ട് ചെയ്യാൻ വോട്ട് സ്വീകരിക്കുന്നു മാത്രമാണ് പറഞ്ഞത്. അതായത് അവരായിട്ട് ഒരു സഖ്യം, ഒരു ഭീകരവാദികളും മതവാദികളുടെ സഖ്യം ഞങ്ങൾ വാങ്ങുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്റെ ഇടത്തോടെ കൂടി പറയാൻ സാധിക്കുന്നില്ല? ശിവൻകുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട, പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട, ഇന്ത്യ വിരുദ്ധ എന്താ പറയാ ഈ ഭീകരവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന്? ഒരു സഖ്യമില്ല, അതൊക്കെ UDF ആണ്. മഞ്ചേശ്വരത്ത് രാത്രി UDF-ന്റെ കൂടെ മഞ്ചേശ്വരത്ത് UDF-ന് വേണ്ടി സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ഒരു പാർട്ടിയാണ് SDPI. അതായത് ഒരു SDPI-യും ഒരു ഭീകര മതവാദികളായിട്ടും LDF-ന് ഒരു സഖ്യമില്ല, ഒരു ധാരണയുമില്ല. എന്റെ സാർ BJP-യെ പിരിച്ചുവിട്ടാൽ നിങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഉപ്പ് വെച്ച കലം പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ആയിരിക്കുന്നത്. നിങ്ങൾക്ക് BJP-യെ പിരിച്ചുവിട്ടാലും ഇന്ത്യയിലെ ജനങ്ങൾ BJP-യെ പിരിച്ചുവിട്ടാൽ പോലും ഇന്ത്യയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നില്ല. എന്നും ഭാവിയിലെ പ്രധാനമന്ത്രി ആയിരിക്കും രാഹുൽ ഗാന്ധി, ഒരു സംശയം. കോഴിക്കോട്ടേക്ക് വരാം ചേട്ടാ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഈ കടപ്പുറത്ത് തന്നെ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്ത സമയത്ത് ഇവിടുത്തെ സ്ത്രീകൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൊതു ടോയ്ലറ്റുകൾ. സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഇല്ല എന്നുള്ളത്. 10 വർഷം കേരളം ഭരിച്ച സർക്കാരാണ്. അവൾക്കൊപ്പം എന്നുള്ള വലിയൊരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തുന്നുണ്ട്. എന്താണ് അവൾക്കായിട്ട് ചെയ്തിട്ടുള്ളത്? അതായത് ടോയ്ലറ്റുകൾ കോഴിക്കോട് കോർപ്പറേഷന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അത് ആളുകൾ, അതായത് പുറത്തുനിന്ന് വരുന്ന ആളുകളാണത് നേരെ വണ്ണം അത് കൊണ്ടുപോകാനും. ഇപ്പൊ നിങ്ങൾ KSRTC ടെർമിനൽ ഉണ്ട് ഇവിടെ, എത്ര കോടി രൂപ മുടക്കി ഉണ്ടാക്കിയതാ? 10 കൊല്ലത്തോളമായി വെറുതെ ടോയ്ലറ്റ് ഇല്ലാത്ത പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് കോഴിക്കോട് KSRTC ശമ്പളം തന്നെ കൊടുക്കാൻ പറ്റും. മാഫിയ സംഘത്തിന് വേണ്ടി, കോഴിക്കോട്ടെ പ്രമുഖ മാഫിയകൾക്ക് അല്ല, ഈ KSRTC ബസ് സ്റ്റാൻഡ് ആരാ ഉണ്ടാക്കിയത്? എല്ലാ പണിയും KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുന്ന അവസ്ഥയിലാണ്. കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ടാക്കി. CITU സമരത്തില അവിടെ ഒന്നുമില്ല, ഒരു CIT സമരത്തില്ല. UDF ആണ് അതിന് അള്ളി വെച്ചത്, പാറ വെച്ചത്. പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലൊക്കെ മാറ്റാൻ വേണ്ടി 20 ഉദ്ഘാടനം, 25 ഉദ്ഘാടനം, ഇപ്പൊ പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. ഇവർക്ക് ഇതൊക്കെ തോന്നും. പെയിന്റ് അടിക്കുന്ന ഉദ്ഘാടനത്തിനും പിണറായി. പാളയം മാർക്കറ്റ് പഴകിയ ബിൽഡിംഗ് ആണ്, ഇടിഞ്ഞു വീഴാനായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, വെല്യങ്ങാടിയിൽ ഒരു സംഭവം ഉണ്ടായത്, തൊഴിലാളികൾ മരണപ്പെട്ടത്. എന്നിട്ട് പോലും കണ്ണു തുറക്കാത്തതാണ് UDF-കാര് കൊടുത്തത്. കോഴിക്കോട് ജില്ലയിൽ BJP-ക്ക് സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ കോഴിക്കോട്ടുകാർക്ക് വേണ്ടി BJP അല്ലെങ്കിൽ NDA എന്ത് ചെയ്യും? തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു MP അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ ഇവിടെ ആരുമല്ല ആൾക്കാരായിരുന്നു. ഇവിടെ ഒരു ഇന്ത്യ മുഴുവൻ ഞങ്ങൾ തോറ്റു നടന്നിരുന്നു. അന്നും ഇതേപോലുള്ള ആളുകൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വാജ്പേയി പ്രസംഗിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഞങ്ങൾ ഭരിക്കുന്നു പറഞ്ഞ സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചിരിച്ചു. ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ ചിരിച്ചു. BJP 10-ലധികം സീറ്റ് നേടുന്നു പറഞ്ഞപ്പോ ആ ചിരിച്ച ആളുകൾ അവിടെ ചിരിച്ച മേയർ ആവും എന്ന് പറഞ്ഞ ആളെ ഇപ്പൊ കാണാനില്ല.
കാരണം അന്നും ഇതേപോലെ ചിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 4-ാം തീയതി വരെ ചിരിക്കാൻ, നിങ്ങൾക്ക് 4-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ചിരിക്കുക, യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇവിടെ ഞങ്ങൾ MLA-യും MP-യും ഇല്ല. എന്റെ സാർ CPM-ഓ ഞാൻ ചോദിക്കട്ടെ, SNC ലാബിനും മറ്റു പല കേസുകൾ ഞങ്ങൾക്കെതിരെ CPM ജനങ്ങളുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ CPM-വുമായിട്ടാ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ ഒരു പ്രധാനമന്ത്രി വന്നത്? ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ ഒരു പ്രധാനമന്ത്രി വന്നത്? ഡീൽ ഉണ്ടാക്കി എങ്ങനെയാ ഒരു പ്രധാനമന്ത്രി? നിങ്ങൾക്ക് രണ്ടുപേർക്കും രാഹുൽ ഗാന്ധി എന്ന് മാത്രമുള്ള പ്രധാനമന്ത്രി. എന്താ അത് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത്? ജനാധിപത്യ പ്രസ്ഥാനമാണ്, ജനാധിപത്യ മുന്നണിയാണ്. ദൈവഭക്തി കാണിച്ചോ? അത് വിശ്വാസമാകാം. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ദൈവമായി കാണിക്കല്ലേ? ഡീലാണെങ്കിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി വേണ്ടേ? ചർച്ചകൾക്ക് അവസാനം ഉണ്ടാവില്ല. എന്തായാലും മെയ് 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. കോഴിക്കോടിന്റെ ഒരു താമര വിരിയുന്നത് 4-ാം തീയതി നമുക്ക് കോഴിക്കോട് ജില്ലയിൽ 100-ലധികം സീറ്റ് നേടി കേരളത്തിൽ UDF അധികാരത്തിൽ നമുക്ക് കാണാം 4-ാം തീയതി. എന്തായാലും ഇതൊക്കെയാണ് കോഴിക്കോടിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ചർച്ചകൾ തകൃതിയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ജില്ലയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.